കല്ലറടയിൽ സ്വന്തം പിതാവിനെ മകൻ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേരളത്തെ ഒന്നടങ്കം നടുക്കിയിരിക്കുകയാണ്. പ്രജിൻ എന്ന മകൻ പിതാവിനെ എന്തിനാണ് ഇത്രയധികം ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം ബാക്കിയാകുമ്പോഴും കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നടുക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ വീട്ടിൽ നിന്നും ആ കുടുംബം നടത്തിയിരിക്കുന്നത്. ബ്ലാക്ക് മാസ് എന്ന ഒരു ക്രൂരകൃത്യം ആ വീടിനുള്ളിൽ നടന്നുവോ, അത്തരത്തിലുള്ള സംഭവങ്ങൾ ആ വീട്ടിൽ അരങ്ങേറിയോ എന്ന ചോദ്യങ്ങൾ ശക്തമാവുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം ഈ മാതാവ് സുഷമ മാധ്യമങ്ങളോട് നടത്തിയത്. ഇപ്പോൾ ഇതാ നടുക്കുന്ന ചില തെളിവുകൾ നമ്മൾ മലയാളി വാർത്തയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പ്രജിൻ വരച്ചിരുന്ന കുറച്ച് ചിത്രങ്ങൾ, അതായത് ഒരു കൈ വെട്ടിയ നിലയിലും ആ കൈയിൽ നിന്ന് രക്തം ഒലിക്കുന്ന നിലയിലുള്ള ഒരു ചിത്രം, മാത്രമല്ല തലയോട്ടി ഒരു മനുഷ്യൻ ദേഹത്ത് തൂക്കിയിട്ടിരിക്കുന്ന നിലയിലുള്ള ഒരു ചിത്രം, അത്തരത്തില് വളരെ ഭയാനകമായ ഭീകരമായ ചില ചിത്രങ്ങളാണ് പ്രജിൻ വരച്ചിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ മലയാളി വാർത്തയ്ക്ക് ആ ഒരു പ്രജിൻ വരച്ചതും മറ്റ് ചില ദൃശ്യങ്ങളുമൊക്കെ മലയാളി വാർത്തയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. നിഗൂഢത നിറഞ്ഞു നിൽക്കുകയാണ് പ്രജിന്റെ ഓരോ എഴുത്തിലും ഓരോ വരിയിലും. പ്രജിൻ അവന്റെ ഡയറിയിൽ കുറിച്ച ഇംഗ്ലീഷ് വാചകങ്ങൾ ഒരു വലിയ പാരഗ്രാഫ് കുറിച്ചിട്ടുണ്ട്. ആ പാരഗ്രാഫ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് എ ഗുഡ് ഈവനിങ്. ഐ വാസ് വാക്കിംഗ് ഇൻ ദ ഡാർക്കസ്റ്റ് മിസ്റ്റ് ഡ്യൂറിംഗ് എ നൈറ്റ് ഓഫ് ജൂലൈ. ഐ സോ എ മാൻ ഫുൾ ഓഫ് ഹൊറർ വാക്കിംഗ് ടുവേർഡ്സ് 5 men. ഐ ഗസ് ഹി കിൽഡ് എ ഹ്യൂമൻ. ഇത്തരത്തിൽ പോകുന്നു ഈ പ്രജിൻ അവന്റെ ഡയറിയിൽ കുറിച്ച നിഗൂഢത നിറഞ്ഞ ആ വാക്കുകൾ. തീർത്തും ഭയാനകതയും ഭീകരതയും നിറഞ്ഞു നിൽക്കുന്ന വാചകങ്ങളും വരകളുമാണ് പ്രജിൻ തന്റെ ഡയറിയിൽ കുറിച്ചത്. ഇന്ന് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഈ ഒരു പ്രജിന്റെ റൂമിലും മാത്രമല്ല കല്ലറയ്ക്കരികിലും ഒരു കറുത്ത വസ്ത്രധാരി വന്നു എന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി നിലവിൽ വന്നിട്ടുണ്ട്. ആരാണ് ആ കറുത്ത വസ്ത്രധാരി എന്ന ചോദ്യം ഇവിടെ വളരെ ശക്തമായി ഉയരുന്നു. അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എന്തായാലും പ്രജിന്റെ മുറി, ഈ ഒരു സംഭവത്തിന് ശേഷം പ്രജിന്റെ മുറി സന്ദർശിച്ച വെള്ളനാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരള വിൻസെന്റ് അവിടെ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ്? വളരെ അലക്ഷ്യമായി വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഒരു മുറിയാണ് അവർ അവിടെ കണ്ടത്. അവിടെ കണ്ട കാഴ്ചകൾ അടക്കം നമ്മളോട് പ്രതികരിക്കുകയാണ്. പ്രതികരണത്തിലേക്ക് ഒരു വലിയ ഒരു കത്തി, ഈ നമ്മൾ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ ഓടവാൾ പോലെ ഇങ്ങനെ വലിച്ചുരി എടുക്കുന്ന അങ്ങനത്തെ ഒരു കത്തി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവർ നോക്കിയിട്ട് ആ ടേബിളിൽ തന്നെ വെച്ചു. അപ്പോൾ ഇന്നലെ ഞാൻ അവിടെ പോയപ്പം അവരുടെ ഒരു ബന്ധു പറയുന്നു ആ കത്തി കാണാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു കത്തി കാണാൻ അവിടെ എല്ലാവരും നിൽക്കുക വെട്ടല്ലേ പോലീസ് നോക്കിയിട്ട് അവരെടുത്തില്ല. അവരവിടെ വെച്ചിട്ട് പോയി താഴെ വന്ന് ഈ കൊലപാതകം നടന്ന കത്തി മാത്രമേ ഒരു കവറിലിട്ട് അവർ കൊണ്ടുപോയുള്ളൂ. പിന്നെ ഈ കത്തി ആരെടുത്തോണ്ട് പോയി? ഇനി ഇവന്റെ വല്ല കൂട്ടുകാരും മരണസമയത്ത് അവിടെ വന്നവര് നമുക്കറിഞ്ഞൂടല്ലോ. അവിടെ മരണ വീടല്ലേ, നമുക്കെല്ലാവരെയും നമുക്ക് പ്രത്യേകിച്ച് അതിൻ്റെ ബന്ധുക്കളെ പോലും നമുക്കറിഞ്ഞൂടാ. ദൂരെയുള്ളവരെയൊന്നും നമുക്ക് ബന്ധുവാണോ ആരാണെന്ന് നമുക്കറിയില്ല. പിന്നെ എന്ത് ചെയ്യുന്നത് എനിക്കറിയാൻ വയ്യ. പക്ഷെ ആ ഒരു ദുരൂഹത ആ മുറി മൊത്തവും ഇങ്ങനെ ചപ്പ് ചവറ് പോലെ സംഗതികളെല്ലാം വലിച്ചു വാരിയിട്ട് കുറേ ഷൂ. ഞാൻ അതേപോലെ നടയിൽ നിന്ന് പോലീസുകാർ എല്ലാം തുറന്നു നോക്കിയപ്പോ പ്രജിന്റെ ഈ സംഗതികളൊക്കെ ഉള്ള മുറിക്കകത്ത് അവിടെ ഇങ്ങനെ എന്തൊക്കെ കുറെ അലക്ഷ്യമായി ഈ സകർട്ട് കവറ് കുറെ എന്തൊക്കെ പൊതികള്. അപ്പൊ പൊതിയൊക്കെ തുറന്നു നോക്കിയപ്പം എനിക്കറിയില്ലല്ലോ എന്താണ്, നമുക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല. ഇപ്പോഴാണ് മാധ്യമങ്ങളാണ് ഇത് ബ്ലാക്ക് മാജിക് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്, അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ പിള്ളേരുടെ ഈ പേപ്പറിൽ നിന്ന് സാധനങ്ങൾ തുറന്നു നോക്കുകയും എന്നിട്ട് അവിടെ അങ്ങനെ വയ്ക്കുക. അവരൊന്നും എടുത്ത് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോൾ എനിക്കറിയില്ല ഇതെന്താണെന്നുള്ളതൊന്നും, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. അതുകൊണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഭയങ്കര എന്തൊക്കെ നിറഞ്ഞു കിടക്കുന്ന കുറേ ഷൂവും ഈ ഒരു അടുക്കും ചിട്ടയില്ലാത്ത ഒരു. പക്ഷേ ഈ അപ്പുറത്തെ ഹാളിൻ്റെ അവിടെ ഒരു കട്ടിലുണ്ട്, അതിൽ കുറേ തുണിയും ഒരു മറ്റേ ചെസ് കളിക്കുന്ന ഒരു ഇതില്ലേ, ചെസ് ക്യാരം ബോർഡല്ലേ, ചെസ് ഇങ്ങനെ കളിക്കുന്ന സംഗതിയില്ലേ, ആ ഒരു ഇത് വെച്ച് ഇങ്ങനെ എന്തു പറയാത് അത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സംഗതികളുണ്ട്. പിന്നെ അങ്ങ് അപ്പുറത്ത് അവൻ കിടക്കുന്ന കട്ടില് അവിടെ വേറെ ഒന്നുമില്ല, ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ ദുരൂഹതയുള്ള എല്ലാം ഈ പൂട്ടിയിട്ടുന്ന മുറിയിലാണ്. അത് ബാത്റൂമിലാണ് ഈ മുടി. അത് തലമുടി ഭയങ്കര നല്ല മുടിയുള്ള ഒരു പയ്യനാണ്. നല്ല അവന്റെ അച്ഛനെ പോലെ, അച്ഛൻ ഇത്ര പ്രായമുള്ള ആളല്ലേ, നല്ല ഭംഗിയുള്ള നല്ല ഇടതൂർന്ന നല്ല ചുരുണ്ട മുടിയാണ് അവന്റെ. അത് അവിടെ കൂട്ടിയിട്ടിരുമ്പോ തന്നെ എന്ത് മുടിയുണ്ട് കണ്ട, അത്രയും മുടിയെല്ലാം മുറിച്ച് എല്ലാം വഴിച്ചിറക്കിയിരിക്കുകയാണ്.
എനിക്കറിയില്ലേ, നമുക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് ഇത് നോക്കുകയുള്ളൂ. നമുക്കിത് അതിനെക്കുറിച്ച് അറിയില്ലാത്തത് കൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒരു കാഴ്ചക്കാരിയെ പോലെ നോക്കി നിന്നേ ഉള്ളൂ. അപ്പോഴേ എനിക്ക് മനസ്സിനകത്ത് തോന്നി ഇവൻ ഒരു എന്തിൻ്റെ ഒരു അഡിക്റ്റാണ്. ഇല്ലെങ്കിൽ ഒരാളിന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ദേഷ്യപ്പെട്ട് ഒരു വഴക്കുണ്ടാക്കിയിട്ട് ഒരാളിനൊരു കത്തിയെടുത്ത് വെട്ടിയ ഒരു അവൻ്റെ രക്തം കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും ഇല്ലേ? നമ്മളെ പിള്ളേർക്ക് ഒരു അടി കൊടുക്കുമ്പോൾ തന്നെ അത് ഒന്ന് തണുക്കുമ്പോൾ നമുക്ക് മനസ്സങ്ങ് ഏങ്ങിപ്പോവും, അയ്യോ ആയിപ്പോയല്ലോ. അപ്പോൾ അവന് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ വന്ന് ഒരു വെട്ടുവെട്ടയോ 2 വെട്ടുവെട്ടയോ ചെയ്യുമ്പോഴും ആ രക്തം തെറിക്കുന്ന കട്ടള വാതപ്പൊടിയുടെ മുകളിൽ വരെ ബ്ലഡ് തെറിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹാളിൻ്റെ നമ്മൾ കയറി വരുന്ന ഫ്രണ്ട് ഹാളിൻ്റെ വാതപ്പൊടിയുടെ മുകളിൽ വരെ ബ്ലഡ് ഉണ്ട്, തെറിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തോ മൂർച്ചയോട് വെട്ടിയിട്ടാണ് ഇത്രയും പൊട്ടിത്തെറിച്ച് പോയത്. അപ്പം മനഃപൂർവ്വം അത്രയ്ക്കും വൈരാഗ്യം നിറഞ്ഞിരുന്ന ഒരാളിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ശകലമെങ്കിലും അച്ഛനെന്നുള്ള സ്നേഹം മനസ്സിനകത്ത് എവിടെയെങ്കിലും ഏതെങ്കിലും കോണിലുണ്ടായിരുന്നെങ്കിൽ. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി ഇവ ഇത്രയും ബഹളം ഉണ്ടാക്കി നിങ്ങളൊന്നും അടിക്കാനോ ഒന്നും ശ്രമിച്ചില്ലേ? അപ്പോൾ ആ വനിതാ പോലീസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, സാധാരണ ഇങ്ങനെ ക്രൂരകൃത്യം ചെയ്യുന്നവരെ അമ്മമാരെ ഉപദ്രവിക്കാറില്ല, അച്ഛന്മാരുടെ അത്രയും വൈരാഗ്യം അമ്മമാരെ ആരും ഉപദ്രവിച്ചതായി കാണുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല എന്നെ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ ഇത്രയും പ്രശ്നം അമ്മ ഇത്രയും പിടിച്ചെടുത്ത് ചുമ്മാവെങ്കിലും ഒരു വെട്ട് കൊടുക്കണ്ടേ? അച്ഛനെയാണ്. അപ്പൊ ഈ കളിയാക്കുമായിരുന്നു പറഞ്ഞില്ലേ, ശരിക്കും അതെന്തായിരുന്നു ആ സംഭവം? ഈ കളിയാക്കൽ എഞ്ചിനീയറിംഗ് ആഗ്രഹിച്ചു പക്ഷെ MBBS പോയി അങ്ങനെയൊക്കെ ഒരു വിവരം വന്നിരുന്നു. ശരിക്കും അത് തെറ്റായ വിവരമായിരുന്നു? എഞ്ചിനീയറിംഗ് ആഗ്രഹിച്ചു പക്ഷെ അതിന് വിട്ടില്ല. അല്ല, അമ്മ പറഞ്ഞത് എഞ്ചിനീയറിംഗിനാണ് ആദ്യം പോയത്. മരിയഗിരി കോളേജില് എഞ്ചിനീയറിംഗിനാണ് ആദ്യം പോയത്. അപ്പോൾ സഹോദരിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കൂട്ടുകാരി കളിയാക്കി, അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഇവര് ഒരു ബന്ധു ചൈനയ്ക്ക് പോകാനെല്ലാം റെഡിയാക്കിയപ്പോൾ ആ കൂട്ടത്തിൽ ഇവനും ചൈനയിൽ പോകാനുള്ള എല്ലാം റെഡിയാക്കി. അവൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ചൈനയിൽ പോയെന്നാണ് അമ്മ പറഞ്ഞത്. പിന്നെ ഈ നമുക്ക് വ്യക്തിപരമായി എങ്ങനെയെന്ന് അറിയാൻ വയ്യല്ലോ, നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങളല്ലേ നമുക്കറിയാൻ പറ്റും. പിന്നെ ഇനി അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്. ഇപ്പോഴാണ് അമ്മ പറയുന്നത്. അതുവരെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, അയ്യോ ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരു പിണക്കവും ഇല്ല എന്നാണ് ആദ്യ ദിവസം പറഞ്ഞത്. പക്ഷെ ഇപ്പം അമ്മ തന്നെ തിരിച്ചു പറയുന്നു, അവരെ ഉപദ്രവിക്കുമായിരുന്നു, അവർ ജയിൽവാസം അനുഭവിച്ചു, ഭയങ്കരമായി ക്രൂരമായി ഇവൻ പെരുമാറുമായിരുന്നു, അമ്മയടിക്കുക, തലമുടി പിടിച്ച് വലിച്ചു, കഴുത്തിൽ തൂക്കി നിർത്തി എന്നൊക്കെയാണ് ഇപ്പം അമ്മ പറയുന്നത്.